ടു അവർ ചാനൽ ഫുഡ് ആൻഡ് ബ്യൂട്ടി. ഇന്ന് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആണ്. സാധാരണയായിട്ട് എല്ലാവരും ഇപ്പോൾ ടിക്ടോക്ക് ചെയ്യുന്നുണ്ട്, പുതിയതായിട്ട് ഇഷ്ടംപോലെ യൂട്യൂബ് ചാനൽസ് തുടങ്ങുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ട്രൈപോഡിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് പറയുന്നത്. ബേസിക് ആയിട്ടുള്ള ഏറ്റവും കുറഞ്ഞ ചിലവിലുള്ള ഒരു ബേസിക് ട്രൈപോഡാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇവിടെ അൺബോക്സ് ചെയ്യുന്നത് ഞാനിപ്പോൾ വാങ്ങിയതാണ് കേട്ടോ. ഞാൻ പക്ഷേ ഇതുവരെയുള്ള വീഡിയോസിലൊന്നും ട്രൈപോഡ് യൂസ് ചെയ്തിട്ടില്ല. വെറുതെ ഹാൻഡിൽ പിടിച്ചിട്ട് തന്നെയാണ് വീഡിയോ എടുത്തുകൊണ്ട് ഇരുന്നത്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന മിക്കവരും തന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെയാണ് വീഡിയോ എടുക്കുന്നത്. ഈ ഒരു ട്രൈപോഡ് ഞാൻ ലോക്കലായിട്ട് ഇവിടുന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഇതിന് 50 ദിർഹംസ് ആയിരുന്നു കേട്ടോ വില. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ട്രൈപോഡാണ്. എന്നാൽ ക്യാമറ വരെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ട്രൈപോഡാണ് കേട്ടോ. ഇതേ റേഞ്ചിൽ തന്നെ 40 ദിർഹത്തിനൊക്കെ ക്വാളിറ്റി കുറഞ്ഞതുകൊണ്ട് ഇത് പക്ഷേ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. ബ്ലൂടൂത്ത് ഉണ്ട്. സോ ക്യാമറയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ബ്ലൂടൂത്ത് വെച്ച് പെയർ ചെയ്യാൻ പറ്റും. അതുപോലെ ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിലും പെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു വയറും അവൈലബിൾ ആണ് കേട്ടോ. ഇതുപോലെ തന്നെ ആപ്പിളാണെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും ഒന്ന് പെയർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇതുപോലെ മൊബൈൽ ഹോൾഡർ അവൈലബിൾ ആണ്. ക്യാമറ ആണെങ്കിലും ഇതിൻ്റെ അകത്ത് ഫിക്സ് ആവും. സോ നമുക്ക് ഇതിലേക്ക് ട്രൈപോഡിലോട്ട് ഇത് ഫിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ അവിടെ ആയിട്ടൊരു സ്ക്രൂ നമുക്ക് കാണാൻ പറ്റും ടോപ്പിലായിട്ട്. അവിടെയാണ് സ്ക്രൂ ചെയ്ത് വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ റിമോട്ട് മാനുവൽ കിട്ടുന്നുണ്ട്. സോ അതിൽ എഴുതിയിട്ടുണ്ട് turn the power switch to the on position, the LED light flashing blue and red indication it is in pairing mode. പിന്നെ സെക്കൻഡ് എഴുതിയിട്ടുണ്ട് in our Samsung or Apple device, go to settings, general, Bluetooth and ensure the Bluetooth is on. Select ഇതിൻ്റെ പേര്, ഈ ഒരു ട്രൈപോഡിൻ്റെ പേര് ശരിക്കും പറഞ്ഞാൽ എങ്ങനെ പ്രൊനൗൺസ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. YNUGTENG ഫ്രം ദ ഡിവൈസ് ലിസ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. സോ ഒരു ചൈനീസ് നെയിം പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ എവിടെയാണ് മെയ്ഡ് ഇൻ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് ചൈനീസ് ആണെന്നാണ് കേട്ടോ തോന്നുന്നത്. ചൈനീസ് ആണ്. സോ നമുക്ക് ഈ സൈഡിലുള്ള സ്വിച്ച് ഇതുപോലെ ഓൺ ചെയ്തിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് നമുക്ക് മോൾ ഭാഗത്ത് ഹൈറ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. നല്ല കൺവീനിയൻ്റ് ആണ്. സാധാരണ ട്രൈപോഡ് പോലെ തന്നെയാണ്. ഇത് നല്ലപോലെ ഹൈറ്റൊക്കെ വേണം ടിക്ടോക്കൊക്കെ ചെയ്യാൻ എങ്കിൽ നമുക്ക് ലെഗിൻ്റെ സൈസും കൂട്ടാനായിട്ട് പറ്റും. ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് വലിക്കുകയാണെങ്കിൽ നല്ലതുപോലെ ഹൈറ്റ് കൂടി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് റേഞ്ചും ഞാൻ അതിന് ശേഷം പറയാം കേട്ടോ. ട്രൈപോഡ് മാക്സിമം 125 സെൻറ്റിമീറ്റർ എന്നാണ് എഴുതിയിട്ടുള്ളത്. അതിങ്ങനെ ചുരുക്കി വെക്കുമല്ലോ നമ്മളെല്ലാം കൂടി. ഇങ്ങനെ ചുരുക്കി വെക്കുന്ന സമയത്ത് ഇപ്പോൾ ഇരിക്കുന്ന ഒരു മോഡാണെങ്കിൽ 43 സെൻറ്റിമീറ്റേഴ്സ് ആണ് വരുന്നത്. പക്ഷേ മാക്സിമം 125 സെൻറ്റിമീറ്റർ നമുക്ക് വലുതാക്കാനായിട്ട് പറ്റും. അതുപോലെ അതിൻ്റെ വീതി വരുന്നത് 18 mm എന്നാണ് എഴുതിയിട്ടുള്ളത്. ലെഗ് സൈസ് ആയിരിക്കണം, ആ ഗ്യാപ്പ് ആയിരിക്കണം പറയുന്നത്. പിന്നെ 0.6 kg ആണ്, 600 grams. അതുപോലെ ക്യാമറ എല്ലാം കൂടി വെച്ചാൽ മാക്സിമം 1.5 kg ആണ് ഇത് ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു ഡിവൈസിൽ എഴുതിയിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ യങ്ടങ് ട്രൈപോഡിൻ്റെ റിവ്യൂ VCT5208. അപ്പോൾ ആദ്യമായിട്ട് ഇതുപോലെ ടിക്ടോക്ക് യൂട്യൂബൊക്കെ തുടങ്ങുന്നവർക്ക് ബേസിക്കായിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രൈപോഡാണ്. നിങ്ങൾക്ക് ഇതേപോലത്തെ സിമിലർ ആയിട്ടുള്ള ട്രൈപോഡ്സ് നമ്മുടെ ആമസോണിലും അതുപോലെ ഓൺലൈൻ സൈറ്റ്സിലൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് സെർച്ച് ചെയ്തിട്ട് വാങ്ങാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത്. നമുക്കിതുപോലെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് വീഡിയോസൊക്കെ എടുക്കാനായിട്ട് പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എല്ലാവർക്കും വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു അടിപൊളി കുക്കിംഗ് വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.